My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus Christ. എന്റെ വിലയേറിയ ദൈവമക്കളെ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ സ്നേഹാശംസകൾ. Today we are going to meditate Matthew chapter 2 verse 10. ഇന്ന് മത്തായി 2-ന്റെ 10-ാം വാക്യം നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നു. When they saw the star, they rejoiced exceedingly with great joy. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. Who saw the star and what kind of star it was? ആരാണ് നക്ഷത്രം കണ്ടത്? അത് എങ്ങനെയുള്ള നക്ഷത്രമായിരുന്നു? If you read Matthew 2nd chapter, it says, "Now after Jesus was born in Bethlehem of Judea in the days of Herod the king, behold, wise men saw the star from the east. They came to Jerusalem and they asked, where is he who has been born king of Jews?" മത്തായി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. അവരാണ് നക്ഷത്രം കണ്ടത്. അവർ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? And also they asked one more question, for we have seen a star in the east and have come to worship him. കൂടാതെ അവർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. They were guided by the Lord God Almighty through the star to see the birthplace of Jesus Christ. ഇതുപോലെ തന്നെ എന്റെ വിലയേറിയ ദൈവമക്കളെ, ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതിന് ഒരു നക്ഷത്രത്തെ പോലെ സർവശക്തനായ ദൈവം നിങ്ങളെയും ഉപയോഗിക്കും. Star is a beautiful sign. നക്ഷത്രം മനോഹരമായ ഒരു അടയാളമാണ്. Abraham had no children. അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. For a long time, when he became old, even he could not get a child through his wife. ദീർഘകാലം അവന് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. വാർദ്ധക്യത്തിൽ എത്തിയിട്ടും തന്റെ ഭാര്യയിലൂടെ ഒരു കുഞ്ഞിനെ അവന് ലഭിച്ചില്ല. That is the time the Lord spoke to him. We read it in Genesis 15:5. ആ സമയത്താണ് ഉൽപ്പത്തി 15:5 ദൈവം അബ്രഹാമിനോട് സംസാരിച്ചത്. God spoke to Abraham. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. Abraham, count the stars if you are able to number ദൈവം them. പറഞ്ഞു, അബ്രാമേ, നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. So shall be your descendants. നിന്റെ സന്തതി ഇങ്ങനെ ആകും. If you read Matthew chapter 1 verses 1 to 17, we read the descendants of Abraham. നിങ്ങൾ മത്തായി 1 മുതൽ 17 വരെ വായിക്കുകയാണെങ്കിൽ അവിടെ അബ്രഹാമിന്റെ സന്തതികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. Abraham believed God's word. അബ്രഹാം ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിച്ചു. In the same way, those people, the wise men, believed the star, that something they are going to see precious. They followed the star. അതുപോലെ വിദ്വാൻമാർ നക്ഷത്രത്തെ വിശ്വസിച്ചു. അമൂല്യമായ എന്തോന്ന് തങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ നക്ഷത്രത്തെ അനുഗമിച്ചു. Finally, they could see the birthplace of Jesus Christ and they worshiped the baby. അവസാനം അവർക്ക് യേശുക്രിസ്തുവിന്റെ ജനനസ്ഥലം കാണുവാനും കുഞ്ഞിനെ ആരാധിക്കുവാനും സാധിച്ചു. In the same way, my beloved friends, if you read Daniel chapter 12 verse 3, it says, "Those who turn many to righteousness shall shine like the stars forever and ever." ഇതുപോലെ ദാനിയേൽ 12:3 വായിക്കുകയാണെങ്കിൽ അവിടെ വചനം പറയുന്നു, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കും. You can guide many people, those who are in the darkness, those who are following all sinful ways, they will be delivered through you. അന്ധകാരത്തിലായിരിക്കുന്നവരെ, പാപത്തിൽ അകപ്പെട്ടവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവർ നിങ്ങൾ മുഖാന്തരം വിടുതൽ പ്രാപിക്കും. You can shine as a star. നിങ്ങൾക്ക് നക്ഷത്രത്തെ പോലെ പ്രകാശിക്കാനാകും. Philippians 2:14, we read about it like that. ഫിലിപ്പിയർ 2:14 നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി വായിക്കുന്നുണ്ട്. Now let us commit ourselves and ask the Lord to make us shine as a star to bring many people to Christ. ഇപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്നതിനെ നമ്മെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തോട് യാചിക്കാം. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Precious Heavenly Father, thank you, Lord, for this time. വിലയേറിയ സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി നന്ദി. Those who are hearing the word of God, Lord, touch their hearts, Father. കർത്താവേ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ. Make everyone shine as a star.
കർത്താവെ, എല്ലാവരെയും നക്ഷത്രങ്ങളെ പോലെ To പ്രകാശിപ്പിക്കണമേ. guide all the people who are in darkness. അന്ധകാരത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിങ്കിലേക്ക് Use നയിക്കുന്നതിന് every one of us. ഞങ്ങളെ എല്ലാവരെയും ഉപയോഗിക്കണമേ. Make us a star, ഞങ്ങളെ നക്ഷത്രങ്ങളാക്കി a മാറ്റണമേ. shiny star പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാക്കി for the glory of God. ദൈവനാമ മഹത്വത്തിനു വേണ്ടി In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.